പാകിസ്ഥാൻ ഒരു ആക്രമണം ഒരു പക്ഷേ ഇന്ത്യക്കെതിരെ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒരുത്തിരുന്നുണ്ട്. ഒന്നാമതല്ല, മാത്രമല്ല ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനം വരുന്നുണ്ട്. ഈ ദിവസത്തിൽ നമ്മളറിയാവല്ല, ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തന്നെയും ഇവിടെ നുഴഞ്ഞു കയറി ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ശ്രമമുണ്ട്. അപ്പം ഈ സിന്ധൂറിന് ശേഷം ഈ പറയുന്ന മസൂദ് അൻസർ അല്ലെങ്കിൽ ഈ കസൂരി, ഇവർക്കൊക്കെ ഡാമേജ് പറ്റി ഇവന്റെ കുടുംബമൊക്കെ ഉന്മൂലനം വെച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം പെണ്ണുങ്ങളുടെ ജാവേറും ഒക്കെ വെച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കെയർ ഓഫിൽ ഈ ഗസ മുനമ്പിന്റെ വിഷയമുണ്ടല്ലോ, ഈ ഇവിടെ അതിന്റെ കെയർ ഓഫ് പിരിവ് നടത്തുന്നുണ്ട്. ഈ പിരിവ് നടത്തുന്ന കോടികൾ പിരിച്ചിട്ട് ഈ പൈസ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള പ്രത്യാക്രമണത്തിനും കിട്ടിയ ഡാമേജിനകത്ത് നിന്ന് തിരിച്ചു കയറി, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ ഇത് അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ കഴിയുന്നവരാണെന്നുള്ള ഒരു തട്ട് കിട്ടിയതിനകത്തുനിന്ന് അവർക്കൊരു റീക്രിയേറ്റ് ചെയ്യണമല്ലോ, ഇമേജ് റീക്രിയേറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ ഭീകരവാദികളായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ ഒക്കെ ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അവർക്കതിന് കഴിവുള്ളവരാണെന്ന് മറ്റവർക്ക് ബോധ്യം വരണം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവന് കഴിവില്ലല്ലോ, ഇവനെ അടിച്ച് നിരപ്പാക്കി ഇവന്റെ ആലയവും പോയി അവിടെ തിരിച്ചു വരാൻ പറ്റാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യ വലിയ പ്രശ്നത്തിലാണ്. അത്തരത്തില്ല. ഇപ്പൊ ഇന്ത്യക്കകത്ത് ഒരാക്രമണം മാത്രവുമല്ല, ഇപ്പം ഇറാനിൽ നടക്കുന്ന സംഘർഷമുണ്ട്. ഇറാനിൽ നടക്കുന്ന സംഘർഷത്തിനകത്ത് അമേരിക്ക ഇറാനെ അടിച്ചാൽ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനകത്തൊരു വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം അമേരിക്കയുടെ കൂടെ പാകിസ്ഥാൻ മുനീർ നിൽക്കുന്നു, അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ആ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അമേരിക്ക അവിടെ ജാതിയാണല്ലോ പ്രശ്നം. വേറൊരു മുസ്ലിം രാജ്യത്തെ ആക്രമിച്ച് എന്തിന് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള പ്രശ്നം വരും. അപ്പൊ ആ പ്രശ്നത്തെ മറികടക്കുന്നതിനും ഇതുപോലെ ഡൽഹി സ്ഫോടനം ഏറ്റില്ലല്ലോ, അതുപോലെ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിചാരിക്കേണ്ടി വരും.